क्लास 8 हिंदी चैप्टर 1 शहनशाह अकबर को कौन सिखाएगा. ഷഹൻഷാ അക്ബർ എന്ന് വെച്ചാൽ കിങ് അക്ബർ അഥവാ എംപറർ അക്ബർ. കോൺ എന്ന് വെച്ചാൽ ആര്, സിഖായിക എന്ന് വെച്ചാൽ പഠിപ്പിക്കും. അപ്പോൾ എംപറർ അക്ബറിനെ ആര് പഠിപ്പിക്കും എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. शहनशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे. गंभीर എന്ന് വെച്ചാൽ സീരിയസ്. ചർച്ച എന്ന് വെച്ചാൽ എന്താണ്, മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെ ചർച്ച, ഇംഗ്ലീഷിലാണെങ്കിലോ ഡിസ്കഷൻ. മഗ്ന എന്ന് വെച്ചാൽ എൻഗ്രോസ്ഡ് ആയിട്ടിരിക്കുക, ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുക. ഓക്കെ, മുഴുകിയിരിക്കുന്ന വിദ്വാനും. വിദ്വാൻ എന്ന് വെച്ചാൽ എന്താ, പണ്ഡിതന്മാർ. ഏക് സമൂഹ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ്. ദേഖ് രഹേത്തി എന്ന് വെച്ചാൽ നോക്കുകയായിരുന്നു. അപ്പോൾ ഷഹൻഷാ അക്ബർ എന്താണ് ചെയ്യുന്നത്, കുറച്ച് ഗ്രൂപ്പ് ഓഫ് പണ്ഡിതന്മാർ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ട് അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അത് അക്ബർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിക്ചറിൽ നോക്കുക, മുകളിൽ നിന്ന് താഴോട്ട് സീരിയസ് ആയി ഡിസ്കസ് ചെയ്യുന്ന പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അക്ബർ. വേ ബീർബൽ കി ഓർ മുഡ്കർ ബോലെ. അക്ബർ പെട്ടെന്ന് ബീർബലിന് നേരെ തിരിഞ്ഞിട്ട് പറയും. മുഡ്ന എന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കിയിട്ട് പറയുക. ബീർബൽ മേ ബഹത് ചതുർ നഹി ഹൂ. അപ്പം ബീർബൽ, ഞാൻ അത്ര ബുദ്ധിമാനല്ല. ചതുർ എന്ന് വെച്ചാൽ ക്ലേവർ, ഞാൻ അത്ര ബുദ്ധിമാനല്ല. बहुत सी ऐसी चीज़ें हैं जिनके बारे में मैं नहीं जानता. बहुत सी ऐसी चीज़ें എന്ന് വെച്ചാൽ പല കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. ജിൻകെ ബാരേമേ, അതിനെക്കുറിച്ച് मैं नहीं जानता, എനിക്കറിയാത്തതായിട്ട് പല കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് എന്ന് പറയും. मैं हर चीज़ को सीखना चाहता हूँ. ഞാൻ ഓരോ കാര്യത്തിനെക്കുറിച്ചും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. सीखना चाहता हूँ എന്ന് വെച്ചാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. कल से मेरी पढ़ाई शुरू हो, इसका इंतज़ाम करो. പഠായി എന്ന് വെച്ചാൽ എൻ്റെ പഠനം നാളെ തൊട്ട് തുടങ്ങാൻ വേണ്ടി. കൽ എന്ന് വെച്ചാൽ ഇന്നലെ എന്നൊരർത്ഥമുണ്ട്, നാളെ എന്നൊരർത്ഥമുണ്ട്. പക്ഷേ ഇന്നലെ തൊട്ട് എൻ്റെ പഠനം അങ്ങനെ പറയില്ലല്ലോ. അപ്പം നാളെ തൊട്ട് എൻ്റെ പഠനം തുടങ്ങാനായിട്ടുള്ള ഇന്തസാം കറൂ എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കൂ, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്. ഇന്തസാം എന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നീ ചെയ്തു വെക്കണമെന്ന് ആര് പറയും, അക്ബർ ബീർബലിനോട് പറയും. अगली सुबह जब शहनशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. अगली सुबह എന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ, ജബ് ഷഹൻഷാ ദർബാർ എന്ന് വെച്ചാൽ കോർട്ട്, നമ്മുടെ കോർട്ടിലോട്ട് വന്നപ്പോൾ, പ്രവേശ് കിയ എന്ന് വെച്ചാൽ പ്രവേശിച്ചപ്പോൾ, ഉൻകാ സ്വാഗത്, നമ്മുടെ അക്ബറിനെ വെൽക്കം ചെയ്തത് എന്താണ്, ഒരു വിചിത്രമായ ദൃശ്യമാണ്, ഒരു വിചിത്രമായ കാഴ്ചയായിരുന്നു. എന്തായിരുന്നു ആ വിചിത്രമായ കാഴ്ച എന്ന് നോക്കാം. ദർബാർ तरह तरह के लोगों से भरा हुआ था. ദർബാറിൽ तरह എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ലോകവും എന്ന് വെച്ചാൽ ആൾക്കാർ. സേ ഭരാ ഹുവാ ത, ഭരാ ഹുവ എന്ന് വെച്ചാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മുടെ കോട്ട് മുഴുവൻ പല തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. വഹാം ബച്ചേ ഓർ ബുസുർഗ് ഥേ. ബച്ചേ എന്ന് വെച്ചാൽ കുട്ടികളുണ്ടായിരുന്നു. ബുസുർഗ് എന്ന് വെച്ചാൽ വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു. ബുസുർഗ് എന്താണ്, ഓൾഡ് പീപ്പിൾ. ഗൃഹണിയ ഓർ ധോബിനെ ഥി. ഗൃഹണിയ എന്ന് വെച്ചാൽ ആരാ, ഹൗസ് കീപ്പർ, അല്ലെങ്കിൽ നമുക്ക് ഹൗസ് വൈഫ് എന്ന് പറയാം. ഹൗസ് വൈഫ്സ് ഉണ്ടായിരുന്നു. പിന്നെ ധോബിനെ എന്ന് വെച്ചാൽ ആരാണ്, ധോബി എന്ന് വെച്ചാൽ വാഷർമാൻ, അപ്പോൾ അലക്കുകാരനുണ്ടായിരുന്നു. അപ്പോൾ വാഷർമാനും ഉണ്ടായിരുന്നു. കിസാൻ ഓർ കച്ചറ ബീനने वाले थे. കിസാൻ എന്ന് വെച്ചാൽ ഫാർമർ, കച്ചറ ബീനने वाला എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കളക്ടർ. കച്ചറ എന്താ, കച്ചറ കളക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. കിസാൻ എന്ന് വെച്ചാൽ ഫാർമറും ഉണ്ടായിരുന്നു, കർഷകൻ. ദുക്കാൻദാർ ഓർ ലിപ്പിക് തി. ദുക്കാൻദാർ എന്ന് വെച്ചാൽ കടക്കാരനുണ്ടായിരുന്നു. ലിപ്പിക് എന്ന് വെച്ചാൽ എഴുത്തുകാരനും ഉണ്ടായിരുന്നു. മൂർഖ് ഓർ ജ്ഞാനി ഥേ. മൂർഖ് എന്ന് വെച്ചാൽ ഫൂൾ, അല്ലെങ്കിൽ ഒരു മണ്ടനായിട്ടുള്ള ആളും ഉണ്ടായിരുന്നു. और ज्ञानी थे എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമാനായിട്ടുള്ള ആളും ഉണ്ടായിരുന്നു. और भी न जाने कितनी तरह के लोग थे. വേറെ എന്തൊക്കെയോ തരത്തിലുള്ള ആൾ ഉണ്ടായിട്ടുണ്ടാവാം, അത് നമുക്കറിയില്ല. और भी न जाने कितनी तरह के लोग थे എന്ന് വെച്ചാൽ അവിടെ വേറെയും പല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. इन सब का क्या मतलब है, शहनशाह ഗർജി. അപ്പോൾ പെട്ടെന്ന് ഗരജ്ന എന്ന് വെച്ചാൽ ഒച്ചത്തി ഷൗട്ട് ചെയ്യുക. इन सब का क्या मतलब है, मतलब എന്ന് വെച്ചാൽ അർത്ഥം, ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके और तुमने मेरा महल राज्य की आधी जनता से भर दिया. अब जवाब दो.
അപ്പോൾ എന്താ പറയുന്നത്, मैंने तुमसे ऐसे लोगों को लाने के लिए कहा था, ഞാൻ നിന്നോട് ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. എങ്ങനത്തെ ആൾക്കാർ? എന്നെ എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. और तुमने मेरा महल, महल എന്ന് വെച്ചാൽ എൻ്റെ രാജകൊട്ടാരം, രാജ്യ की आधी जनता से भर दिया, ഈ രാജ്യത്തുള്ള പകുതി ആൾക്കാർ, ആധി എന്ന് വെച്ചാൽ പകുതി ആൾക്കാരെ കൊണ്ട് നീ നിറച്ചു. അബ് ജവാബ് ദു, ജവാബ് എന്ന് വെച്ചാൽ ഉത്തരം. ഇനിയിപ്പോൾ അതിനുള്ള ഉത്തരം താ എന്ന് പറയും. മാഫി ചാഹता हूँ जहाँपना, मैंने तो बस आपके आदेशों का पालन किया है. മാഫി ചാഹता हूँ എന്ന് വെച്ചാൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ ക്ഷമ അപേക്ഷിക്കുന്നു. ജഹാപന എന്ന് വെച്ചാൽ നമ്മളൊരു കിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ജഹാപന. मैंने तो बस आपके आदेशों का पालन किया है, ഞാൻ ആകെ ചെയ്തത് അക്ബർ എനിക്ക് തന്ന ആദേശവും അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന നിർദ്ദേശത്തിൻ്റെ പാലൻ എന്ന് വെച്ചാൽ ഞാൻ താങ്കൾ എനിക്ക് തന്ന നിർദ്ദേശം പാലിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് ബീർബൽ ഉത്തരം കൊടുക്കും. ബീർബലിനെ ജവാബ് ദിയ, ബീർബൽ ഉത്തരം കൊടുത്തു. गुस्ताखी माफ़ हो, पर क्या जहाँपना रेत में घंटों खेल कर अपना मनोरंजन करना जानते हैं. ഗുസ്താഖി മാഫ് ഹോ, ഗുസ്താഖി എന്ന് വെച്ചാൽ തെറ്റ്, എൻ്റെ അടുത്ത് നിന്ന് പറ്റിയ തെറ്റ്. മാഫ് ഹോ, അത് ക്ഷമിച്ചാലും ഇല്ലെങ്കിലും. पर क्या जहाँपना रेत में घंटों खेलकर अपना मनोरंजन करना जानते हैं. റേത്ത് എന്ന് വെച്ചാൽ പൂഴി, നമ്മുടെ പൂഴിമണലിൽ. ഘണ്ടോ എന്ന് വെച്ചാൽ മണിക്കൂറുകൾ, ഖേൽന എന്ന് വെച്ചാൽ ഖേൽക്കർ എന്ന് വെച്ചാൽ കളിച്ചിട്ട്. അപ്ന മനോരഞ്ജൻ, മനോരഞ്ജൻ എന്ന് വെച്ചാൽ സ്വയം എൻ്റർടൈൻ ആവുക, രസിക്കാൻ നിങ്ങൾക്കറിയോ. പൂഴിയിൽ മണിക്കൂറുകൾ ഓടിക്കളിച്ചിട്ട് സ്വയം രസിക്കാൻ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കും അക്ബറിനോട് ബീർബൽ ചോദിക്കും അത്. നെഹി പരുസേ ക്യാ, ഷഹൻഷാ ഭോക്ലാ ഗയെ. നെഹി എനിക്കറിയില്ല, പക്ഷെ അതിനെന്താ. ഷഹൻഷാ ബോക്ലാ ഗയെന്ന് വെച്ചാൽ, ബോക്ലാ ഗയെന്ന് വെച്ചാൽ ഫ്രീക്ക് ഔട്ട് ആവുക, പെട്ടെന്ന് ഇങ്ങനെ ഇതെന്ത് ചോദ്യമാണെന്ന് ഞെട്ടിയിട്ട് ചോദിക്കും. क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं. ഗരീബ് ആദ്മി എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ, പുവറായിട്ട് പൈസ ഇല്ലാത്ത ഒരാളുടെ ആംദനി. ആംദനി എന്ന് വെച്ചാൽ ഇൻകം, നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്ന വരവില്ലേ, ഒരു മാസം നമുക്ക് സാലറി ഒക്കെ കിട്ടുക നമ്മുടെ വരവാണ്, ഇൻകമാണത്. അപ്പോൾ ആ ഒരു പാവപ്പെട്ടവൻ്റെ ഇൻകം കൊണ്ട് നിങ്ങൾക്കൊരു ആളുടെ വീട് നടത്തിക്കാൻ പറ്റുമോ, വീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അറിയോ എന്ന് ചോദിക്കും. യാ ക്യാ ആപ് ജാനത്തെ ഹൈ കി കപ്പടോं से धाग कैसे हटाया जाता है. അല്ലെങ്കിൽ കപ്പടോं से दाग എന്ന് വെച്ചാൽ, കപ്പട എന്ന് വെച്ചാൽ എന്താ, തുണികൾ. ദാഗ് എന്ന് വെച്ചാൽ എന്താണ്, കറ. അപ്പോൾ തുണിയിൽ നിന്ന് കറ എങ്ങനെയാണ് കളയുക. ഹട്ടാന എന്ന് വെച്ചാൽ കളയുക എന്നറിയോ എന്ന് ചോദിക്കും. കതയി നഹി, ഒരിക്കലുമില്ല, ഒട്ടുമില്ല എന്ന് പറയും. ഷഹൻഷാ അക്ബറിനെ ജവാബ് ദിയ, ഷഹൻഷാ അക്ബർ ഉത്തരം കൊടുത്തു. क्या जहाँपना ये जानते हैं कि बुवाई कब करनी है और फसल को पानी कब देना है. അപ്പോൾ ഈ കാര്യം അറിയോ. ബുവായി എന്ന് വെച്ചാൽ സോ ചെയ്യുക, നമ്മൾ നെല്ലൊക്കെ സോ ചെയ്യില്ലേ, നെല്ല് വിതറില്ലേ, അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്നറിയോ. और फसल को पानी कब देना है. ഫസൽ എന്ന് വെച്ചാൽ ക്രോപ്പ്, നമ്മൾ നട്ടിരിക്കുന്ന ക്രോപ്സിനൊക്കെ എപ്പോൾ വെള്ളം കൊടുക്കണമെന്നറിയോ എന്ന് ചോദിക്കും. യാ കച്ചറേ में से उपयोगी चीज़ों को कैसे छांटना है. അപ്പം കച്ചറ എന്ന് വെച്ചാൽ കച്ചറയിൽ നിന്ന് ഉപയോഗി ചീസ്, ഉപയോഗമുള്ള സാധനങ്ങൾ എങ്ങനെ മാറ്റി മുറിച്ചെടുക്കണം, അതിൽ നിന്ന് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നറിയോ. ചാട്ടന എന്ന് വെച്ചാൽ അതും ഒരു മോശം കാര്യത്തിൽ നിന്ന് അതിൻ്റെ നല്ല ഭാഗം എങ്ങനെ എടുക്കണം, മുറിച്ചെടുക്കണം, മാറ്റിയെടുക്കണം എന്നറിയോ എന്ന് ചോദിക്കും. യാ കഹാ ഹരേ ഭരേ ചരാഗാ ഹെ. ഹരേ ഭരി എന്ന് വെച്ചാൽ നല്ല പച്ച പിടിച്ച, ചരാഗാഹ് എന്ന് വെച്ചാൽ ഗ്രാസ് ലാൻഡ് അല്ലെ പുൽമേടം. പുൽമേടം, ഈ പച്ചപ്പ് പിടിച്ച പുൽമേട് എവിടെയാണെന്നറിയോ. യാ ഹമാരി ഫസലോं के बढ़िया दाम कहाँ मिलेंगे. നമ്മുടെ ഫസൽ എന്ന് വെച്ചാൽ നമ്മൾ നോക്കി ക്രോപ്പാണ്. ബഡിയ എന്ന് വെച്ചാൽ നല്ല, ദാം എന്ന് വെച്ചാൽ മൂല്യം, പൈസ. നമ്മളുടെ ക്രോപ്സിന് നല്ല പൈസ, നല്ല മൂല്യം എവിടെയാണ് കിട്ടുക എന്നറിയോ. യാ കിസി ശബ്ദ് കോ ഇത്നി ഖൂബ്സൂരത്തി സെ कैसे लिखे कि वो चित्र जैसे लगे. ഖൂബ്സൂരത്തി എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ട്, ഭംഗിയിൽ. ശബ്ദം എന്ന് വെച്ചാൽ ഒരു ലെറ്ററിനെ ഇത്രയും ഭംഗിയിൽ എഴുതാനറിയോ. അത് ചിത്രം വരച്ച പോലെ ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാനറിയോ. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, കാലിഗ്രഫി റൈറ്റിങ്ങിനെ കുറിച്ചാണ്. കാലിഗ്രഫി ആയിട്ട് എങ്ങനെ എഴുതാനറിയും എന്നറിയുമെന്ന് ചോദിക്കും. നഹി നഹി നഹി, ഹസാർ ബാർ നഹി, ഇല്ല ഇല്ല ഇല്ല, 1000 തവണ ഇല്ല. അക്ബർ ഗുസ്സെ സെ ലാൽ പീലി ഹോക്കർ ചില്ലായി. ഗുസ്സ എന്ന് വെച്ചാൽ ആംഗ്രി ആയിട്ട്, ലാൽ പീല എന്ന് വെച്ചാൽ മുഖം ചുകയ്ക്കും ദേഷ്യം വന്നിട്ട്, ചില്ലാന എന്ന് വെച്ചാൽ ഷൗട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഷൗട്ട് ചെയ്ത് പറയുന്നത്, ഇല്ല ഇല്ല ഇല്ല, 1000 തവണ ഇല്ല, എനിക്കറിയില്ല, ദേഷ്യം വന്ന് മുഖം ചുവന്നിട്ട് അക്ബർ പറയും. തബ് ജഹാംപന ബീർബലിനെ ശാന്തി സെ കഹ. അപ്പോൾ ജഹാംപന, ബീർബൽ ശാന്തമായ ശബ്ദത്തിൽ
വോയിസിൽ പറയും. इस दरबार में मौजूद हुए हर शख्स आपको कुछ न कुछ सिखा सकता है. ഈ കോട്ടിൽ മൗജൂദ് ഹുവേ എന്ന് വെച്ചാൽ, മൗജൂദ് ഹോന എന്ന് വെച്ചാൽ കൂടിയിരിക്കുന്ന, കൂടിച്ചേർന്നിരിക്കുന്ന, ഹർ ഷഖ്സ്, ഷഖ്സ് എന്ന് വെച്ചാൽ പേഴ്സൺ, ഓരോ വ്യക്തിക്കും താങ്കളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഈ കോട്ടിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും താങ്കളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും. ഹരേക് ऐसा कुछ जानता है जो दूसरे को नहीं पता है. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കും ഒരു കാര്യം അറിയാം, അത് മറ്റൊരാൾക്കറിയാത്തൊരു കാര്യം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം. പ്രത്യേക് കെ പാസ് കുച്ച് ഹുനർ ഹെ. പ്രത്യേക് എന്ന് വെച്ചാൽ ഓരോ, പ്രത്യേകമായിട്ടുള്ള ഓരോ ആളുടെ കയ്യിലും. ഹുനർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കഴിവ്, ഒരു സ്കില്ലുണ്ട്. കുച്ച് ഗ്യാൻ ഹെ, അറിവുണ്ട്. ദിൽ യാ ദിമാഗ് ഹെ, അവരുടെ കയ്യിൽ മനസ്സുണ്ട്, അവരുടെ കയ്യിലൊരു ബ്രെയിൻ ഉണ്ട്. കി കോയി ഖാസിയത്ത് ഹെ. ഖാസിയത്ത് എന്ന് വെച്ചാൽ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുടെ കയ്യിലും സ്പെഷ്യലായിട്ടുള്ള സ്കില്ലുണ്ട്, അറിവുണ്ട്, മനസ്സും ബ്രെയിനും ബുദ്ധിയും ഒക്കെ ഉണ്ട്. ഖാസിയത്ത് എന്ന് വെച്ചാൽ സ്പെഷ്യാലിറ്റി. तो सभी शिक्षक भी है और विद्यार्थी भी. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും ശിക്ഷക് എന്ന് വെച്ചാൽ എന്താ? ടീച്ചറുമാണ്, വിദ്യാർത്ഥിയുമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കും മറ്റൊരാൾക്ക് അറിയാത്തൊരു കാര്യം അറിയാം. അപ്പോൾ ഓരോ ആളും അധ്യാപകനും ഓരോ ആൾ വിദ്യാർത്ഥിയുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഹൻഷാ സമജ് ഗയേ കി ബീർബൽ കെ കഹനെ കാ ക്യാ മത്ലബ് ഹെ. ഈ ഒരു സമയത്ത് സമജ് ഗയേ എന്ന് വെച്ചാൽ മനസ്സിലായി. ബീർബൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അക്ബറിന് മനസ്സിലായി. വേ ഹസ് ദിയെ, അപ്പോൾ ചിരിക്കും, എന്നിട്ട് പറയും, തബ് തോ തും ഭി ഏക് വിദ്യാർത്ഥി ഹോ ബീർബൽ. അപ്പോൾ നീയും ഒരു വിദ്യാർത്ഥിയാണോ ബീർബൽ എന്ന് ചോദിക്കും. നീ ഒരു സ്റ്റുഡൻ്റ് ആണോ ബീർബൽ എന്ന് ചോദിക്കും. മേ തോ സോച്താ താ കി തുമേ കോയി കുച്ച് നഹി സിഖാ സക്താ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് നിന്നെ ഒന്നും ആർക്കും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണെന്ന് പറയും. ബാത്ത് ഇസ്സെ ഉലട്ട് ഹെ ജഹാംപന. ഉലട്ട് എന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ നേരെ തിരിച്ചാണ് സത്യം എന്ന് പറയും ബീർബൽ. മേ തോ ഹമേഷാ ഹി സീഖ്താ ഹൂ. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും ബീർബൽ. ബീർബലിനെ ഉത്തർ ദിയ. ബീർബൽ ഉത്തരം കൊടുക്കും. ബീർബൽ ഭീഡ് കി ഓർ ബഡേ. ബീർബൽ ഭീഡ് എന്ന് വെച്ചാൽ ക്രൗഡ്, ആ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ, കി ഓർ ബഡേ എന്ന് വെച്ചാൽ അതിന് നേരെ നടന്നു. एक बूढ़ी महिला का हाथ थामकर उन्हें शहंशाह के सामने ले आए. ബൂഢി എന്ന് വെച്ചാൽ വയസ്സായ, മഹിള എന്ന് വെച്ചാൽ സ്ത്രീ, ഹാത്ത് ഥാംന എന്ന് വെച്ചാൽ കൈ പിടിച്ചിട്ട് അക്ബറിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. സാമനെ എന്ന് വെച്ചാൽ മുമ്പിൽ കൊണ്ട് വരും. ജഹാംപന ഉൻഹോനെ കഹ, യേ മേരി പെഹലെ और श्रेष्ठ गुरुओं में से एक है. ഇത് എൻ്റെ ആദ്യത്തെയും ഏറ്റവും ശ്രേഷ്ഠമായ ഗുരുക്കളിൽ നിന്ന് ഒരാളാണ് എന്ന് പറയും. ആര്? ഈ വയസ്സായ സ്ത്രീ. ബൂഢി മഹിളാനെ ഷഹൻഷാ കോ സലാം കിയ ഓർ കഹ. അപ്പം ഈ വയസ്സായ സ്ത്രീ അക്ബറിന് സലാം കൊടുത്തിട്ട്, അതായത് നമ്മൾ ഒരാളെ കണ്ട നമസ്തേ ഒക്കെ പറയുന്ന പോലെ വെൽക്കം ചെയ്തിട്ട്, ഹായ് പറഞ്ഞിട്ട് എന്താ പറയുക, ഹുസൂർ എന്ന് വെച്ചാലും നമ്മളിപ്പോൾ ജഹാംപന എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു നല്ല ഹൈ പൊസിഷനിലിരിക്കുന്ന കിങ്ങിനൊക്കെ വിളിക്കുന്ന ഹുസൂർ എന്ന് വെച്ചാൽ മൈ ഓണർ എന്നൊക്കെ പറയുന്ന പോലെ. ബുദ്ധിമാൻ വ്യക്തി ജാനത്തെ ഹെ കി സബ് കുച്ച് സീഖ് ജാനാ സംഭവ് നഹി ഹെ. ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ഈ ഒരു കാര്യം അറിയാം. എന്ത്? എല്ലാം പഠിച്ചെടുക്കുന്നത് സംഭവമായ ഒരു കാര്യമല്ല, എല്ലാം പഠിച്ചെടുക്കുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല എന്നൊരു ബുദ്ധിമാനായ വ്യക്തിക്ക് അറിയാമെന്ന് പറയും. ലേക്കിൻ സബ് കോ യേ സീഖ്നാ ചാഹിയെ കി അച്ഛാ ഇൻസാൻ കേസെ ബൻ ജാ സക്താ ഹെ. എല്ലാവർക്കും എല്ലാം പഠിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? അച്ഛാ ഇൻസാൻ, നല്ലൊരു വ്യക്തി എങ്ങനെ ആവാമെന്ന് എല്ലാവരും പഠിക്കണം എന്ന് പറയും. शहंशाह बूढ़ी महिला के शब्दों की सादगी में प्रभावित हुए. ശബ്ദവും की सादगी എന്ന് വെച്ചാൽ, സാദ്ഗി എന്ന് വെച്ചാൽ സിംപ്ലിസിറ്റി. ആ ഒരു സിമ്പിളായിട്ട് പറഞ്ഞ കാര്യം കേട്ടിട്ട് പ്രഭാവിത് ഹുയി എന്ന് വെച്ചാൽ ഇംപ്രസ്ഡായി, ഇൻസ്പയർഡായി, ഇൻഫ്ലുവൻസായി. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര സന്തോഷമായി, ഇംപ്രസ്ഡായി. ആര്? അക്ബർ. എന്തിന്ന്? ബൂഢി മഹിള, നമ്മുടെ വയസ്സായ സ്ത്രീ എന്ത് കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഷഹൻഷാ പ്രഭാവിത് ആവുന്നത്, ഇംപ്രസ് ആവുന്നത്? എല്ലാം പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊരു ബുദ്ധിമാനായ വ്യക്തിക്ക് അറിയാം, പക്ഷേ അവരറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ ഒരു നല്ല മനുഷ്യനാവാം എന്നുള്ളതാണ്. അത് കേട്ടിട്ടാണ് നമ്മുടെ ഷഹൻഷാ പ്രഭാവിത് ആവുന്നത്, ഇംപ്രസ് ആവുന്നത്. വേ ഉൻകെ ആകെ അദബ് സേ ജുക്കെ. അദബ് സേ ജുക്ന എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് കാരണം. നമ്മൾ ഒരാളോട് നമുക്ക് റെസ്പെക്റ്റ് തോന്നിയിട്ട് നമ്മൾ കണ്ണ് താഴ്ത്തിയിട്ട് കുനിയില്ലേ, ജുക്ന എന്ന് വെച്ചാൽ കുനിക. അപ്പോൾ അദബ് സേ ഗേസ്, നമ്മുടെ കണ്ണ് താഴ്ത്തിയിട്ട് റെസ്പെക്റ്റ്ഫുള്ളി നമ്മുടെ വയസ്സായ സ്ത്രീയുടെ മുമ്പിൽ അക്ബർ നിൽക്കും.
फिर मुड़कर बीरबल से कहा, मुड़ना എന്ന് വെച്ചാൽ വീണ്ടും തിരിഞ്ഞിട്ട് ബീർബലിനോട് എന്താ പറയുക, तुम सच में भाग्यशाली हो जो तुम्हें इतनी समझदार गुरु मिले. നീ ഇത്ര വലിയ ഭാഗ്യശാലിയാണ്, നിനക്ക് ഇത്രയും സമജ്ദാർ എന്ന് വെച്ചാൽ അറിവുള്ള, ഇത്രയും ബോധവും അറിവും ഒക്കെയുള്ള ഗുരുവിനെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒരു ഭാഗ്യശാലിയാണെന്നാണ് പറയുന്നത് അക്ബർ ബീർബലിനോട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു സിമ്പിൾ സ്റ്റോറി ആയിരുന്നു. ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത്, എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷേ എല്ലാവർക്കും ഓരോരോ കഴിവുണ്ട്, ഓരോ അറിവുണ്ട്, അവർക്ക് അവരുടേതായ മനസ്സുണ്ട്, അവരുടെ ബുദ്ധിയുണ്ട്. അപ്പം ഓരോ വ്യക്തിയും ടീച്ചറുമാണ്, ഓരോ വ്യക്തിയും സ്റ്റുഡൻറ്റുമാണ്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചിരിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും അല്ല പഠിച്ചിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ബൈ.